പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ ദൈവിക മാർഗനിർദ്ദേശം തേടി ഞങ്ങൾ ഒരു കുടുംബമായി അമ്മയുടെ സന്നിധിയിൽ വരുന്നു. പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായിരിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഈ നിമിഷം അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും ഞാൻ യാചിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുകയും നീതിയുടെ പാതകളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. എല്ലാ അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിൽ നിന്ന് ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കൃപകൾക്കും അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ പരസ്പരം കണ്ടെത്തുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ഞങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളെ എപ്പോഴും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നിലനിർത്തണമേ. പരിശുദ്ധ മാതാവേ, അസുഖമോ വൈകാരിക വേദനയോ മറ്റു വെല്ലുവിളികളോ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് സംരക്ഷിക്കണമേ. അമ്മയുടെ രോഗശാന്തി സ്പർശനവും സാന്ത്വനവും എന്നും ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, രോഗാവസ്ഥയിൽ, പ്രതിസന്ധികളിൽ കൂടെയുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ പുത്രൻ്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുവാൻ ഇടയാകട്ടെ. നല്ലവനായ ദൈവമേ, ഞങ്ങൾ പൂർണ്ണരല്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ചിലപ്പോൾ ഞങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്നു. ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ക്ഷമയും പരിശീലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ അങ്ങയുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, അവരെ പരിപാലിക്കണമേ, അവരെ സംരക്ഷിക്കണമേ. അവരുടെ വളർച്ചയിലും വികാസത്തിലും അവരെ നയിക്കണമേ. അവരെ വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളർത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകൾക്കും അതീതമായ സമാധാനം നൽകണമേ. സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സംഘർഷങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട് ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും ഇടമായിരിക്കട്ടെ. ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് ജീവിത വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പരസ്പരം ആശ്രയിക്കുവാൻ ഇടയാകട്ടെ. പരീക്ഷണ സമയങ്ങളിൽ ധൈര്യവും പ്രതിരോധവും കണ്ടെത്തട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബം എല്ലായ്പ്പോഴും ലോകത്തിൽ അങ്ങേ പുത്രൻ്റെ പ്രകാശത്തിൻ്റെ ഉറവിടമായിരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമാക്കുവാനും വ്യക്തിഗതമാക്കുവാനും ഇടയാകട്ടെ. അവ ആശ്വാസത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടവും ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണമേ.
ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ സംരക്ഷണം യാചിക്കുവാൻ ഞാൻ ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തണമേ. ഒരു തിന്മയും ഞങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാൻ അനുവദിക്കരുതേ. ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ കാൽ കല്ലിൽ പതിക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളെല്ലായ്പ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒപ്പമായിരിക്കട്ടെ. പരിശുദ്ധാമ്മേ, അവിടുന്ന് എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളെല്ലാവരെയും സുരക്ഷിതമായി സൂക്ഷിക്കണമേ. ഞങ്ങൾക്കായി മഹത്വം നൽകണമേ. ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണമേ. വിദ്വേഷം, കോപം, കയ്പ് എന്നിവയ്ക്ക് പകരം സ്നേഹം മാത്രം പ്രകടിപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ വഴി നയിക്കണമേ. ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തു സഞ്ചരിക്കുമ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. കൂടാതെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങൾക്ക് നൽകണമേ. ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള ബന്ധം അമ്മ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും പരസ്പര വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടവരുത്തരുത്. വീട്ടിൽ ഒരിക്കൽ കൂടി പരസ്പര സ്നേഹം കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അകന്നിരിക്കുന്നതിനാൽ ഞങ്ങളുടെ വീടിനും ഒരു ദോഷവും വരാതിരിക്കുവാൻ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സങ്കേതമായി അമ്മ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത് തുടരണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ വീടിനെ ശല്യപ്പെടുത്തുവാൻ നുഴഞ്ഞു കയറ്റക്കാരെയോ ദുരന്തങ്ങളെയോ അനുവദിക്കരുത്. ഏത് തരത്തിലുള്ള തിന്മയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുവാനുള്ള അമ്മയുടെ ശക്തമായ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭവനത്തിനാവശ്യമായ എല്ലാ കൃപകളും സംരക്ഷണവും ഞാൻ അമ്മയോട് യാചിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗം ബാധിച്ചവരെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങളുടെ രോഗശാന്തിക്കാരിയും ഞങ്ങളുടെ മികച്ച വൈദ്യനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ശാരീരികമായി വേദനിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് രോഗത്താൽ വിഷമിക്കുന്ന ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ടുള്ള എല്ലാവർക്കും സാന്ത്വനം നൽകണമേ. അമ്മയുടെ രോഗശാന്തി കരങ്ങളാൽ രോഗികളെ സ്പർശിക്കണമേ. അമ്മയുടെ വചനം അയച്ച് അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. അമ്മയുടെ രോഗശാന്തി ശക്തി അവരുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലൂടെയും ഒഴുകട്ടെ. പരിശുദ്ധാമ്മേ, വൈകാരികമായി വേദനിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ സുഖപ്പെടുത്തുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ശാരീരികമല്ല, പക്ഷേ ഞങ്ങൾക്ക് വേദനയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കും വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങാണ് ഞങ്ങളുടെ ശക്തിയുടെ ആത്യന്തിക ഉറവിടം. ഞങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ അങ്ങ് ശക്തനാണ്. ഞങ്ങൾ താഴെയായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഉയർത്തുന്നു. നീ ഞങ്ങളുടെ ശക്തിയെ പുതുക്കുന്നു. ഞങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങളാൽ എപ്പോഴും ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുമായുള്ള ഞങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണ് കർത്താവെ എന്ന് ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ബന്ധങ്ങളുടെ കേന്ദ്രം എപ്പോഴുമായിരിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെ സമയത്ത് ഞങ്ങളുടെ അരികിലായിരിക്കണമേ. ഞങ്ങൾക്ക് സ്വന്തമായി നേരിടാൻ കഴിയില്ലെന്ന് അറിയാവുന്ന നിരവധിയായ
വ്യത്യസ്ത വെല്ലുവിളികൾ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാമ്മേ, അവയെല്ലാം ഏറ്റെടുക്കണമേ. എന്നാൽ പിതാവേ, അങ്ങയ്ക്ക് അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള സഹിഷ്ണുത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ അവിടുന്ന് ശക്തിയുള്ളവനാണ്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങേ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാണ്. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോട് ഞങ്ങൾ അമ്മയുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെപ്പോഴും സമാധാനത്തെ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പരം വഴക്കിടുകയും പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ യാചിക്കുന്നു. കോപം, കലഹം, കയ്പ് എന്നിവ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഇടവരുത്തരുത്. കാരണം ഇത് ഞങ്ങളുടെ കുടുംബങ്ങളെ വേദനിപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരായ എല്ലാ പാപങ്ങൾക്കും ഞങ്ങൾ അമ്മയോട് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി യഥാർത്ഥ സ്നേഹമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വേദനിപ്പിച്ച ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ക്ഷമ നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അഹങ്കാരമില്ലാതെ പാപമോചനം നേടുവാൻ ഞങ്ങളെ താഴ്ത്തേണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണക്കേണമേ. പരിശുദ്ധ മാതാവേ, ക്ഷമയ്ക്കായുള്ള ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം സഹവാസം ആസ്വദിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളോടൊപ്പം അമ്മ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ നല്ല ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം വാഴട്ടെ. അനുകമ്പ ഞങ്ങളുടെ ഓരോ ഹൃദയത്തിലും നിറയട്ടെ. യഥാർത്ഥ സന്തോഷം അനുഭവിക്കുക എന്നത് ഞങ്ങളെ പഠിപ്പിക്കണമേ. യഥാർത്ഥ സന്തോഷത്തിൻ്റെ അർത്ഥമെന്തെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ സമാധാന പ്രഭുവും രാജാവുമായ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളണമേ. സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. വിദ്വേഷകരമായ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ അരാജകത്വത്തിന് കാരണമായ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാകുവാനിടവരുത്തരുത്. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങളെ അമ്മ കാത്തുകൊള്ളണമേ. അമ്മയുടെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങൾ അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ കരുത്തായി സംരക്ഷകയായി അമ്മ കൂടെയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരസ്പരം ഇടപഴകുന്നതിൽ പൂർണ്ണമായും എളിമയും സൗമ്യതയും പുലർത്തുവാൻ സഹായിക്കണമേ. ക്ഷമയോടെ സ്നേഹത്തിൽ പരസ്പരം തെറ്റുകൾ സഹിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷീണിതരാകുമ്പോഴും നിരാശപ്പെടുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എല്ലാ തിന്മയുടെ ശക്തിയും തുടച്ചു നീക്കണമേ. എൻ്റെ ഈ ഭവനത്തിൽ ആത്മാവിൽ ഐക്യപ്പെടുവാൻ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃപയുടെ അമ്മേ, പരസ്പരം തീക്ഷ്ണമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്നേഹം വളരെ ആഴത്തിൽ വളർത്തണമേ. അത് ഒരുപാട് സംശയങ്ങളെ തരണം ചെയ്യുവാനും ക്ഷമിക്കുവാനും ഇടയാകട്ടെ. ഞങ്ങൾ ഓരോരുത്തരും നന്മകളിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദിത്യ മര്യാദയുടെ മനോഭാവം ഞങ്ങളിൽ നിലനിർത്തണമേ. ഞങ്ങളുടെ വീട് സന്തോഷം പങ്കിടുന്ന ഇടമായി മാറട്ടെ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മീയ വരദാനങ്ങൾ നൽകണമേ. ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെക്കുവാനും പരസ്പരം നന്നായി സേവിക്കുവാനും
ഞങ്ങളെ സഹായിക്കണമേ. അമ്മ നൽകുന്ന ശക്തിയിലും ഊർജത്തിലും ഞങ്ങൾ എന്നും ആശ്രയിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ എല്ലാം നന്നായി പരിപാലിക്കണമേ. എല്ലാവരെയും കാത്തുകൊള്ളണമേ. പ്രതീക്ഷയുടെ മഴവില്ലുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ മൂടണമേ. പരിശുദ്ധ മാതാവേ, ഐക്യവും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കണമേ. സ്നേഹവും വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലും നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ തകർന്ന ബന്ധങ്ങളെ നേരെയാക്കണമേ. സ്നേഹം ഒരിക്കലും പരസ്പരം വറ്റിപ്പോകാൻ ഇടവരുത്തരുത്. എല്ലാ സാഹചര്യങ്ങളും പരിഹരിക്കപ്പെടുവാനും സമാധാനം നിലനിർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ചേർത്തു പിടിക്കണമേ. സർവശക്തനായ ദൈവമേ, അവിടുന്നാണ് ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും രോഗശാന്തിയുടെയും ഏക ഉറവിടം. അങ്ങയിൽ ശാന്തതയുണ്ട്. പ്രപഞ്ചത്തിലെ ഒരേയൊരു യഥാർത്ഥ സമാധാനം അവിടുന്നാണ്. അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ മക്കൾക്ക് അവബോധം നൽകണമേ. അങ്ങയിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസം നൽകണമേ. എല്ലാ വേദനയിലും തകർച്ചയിലും ഉത്കണ്ഠയിലും അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ശക്തിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേ പുത്രൻ്റെ സ്നേഹം ഞങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തിലും കരുതലിലും വിശ്വസിച്ച് അങ്ങയുടെ സമയം മികച്ചതായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യവും ശക്തിയും സമാധാനവും നൽകണമേ. ഒരിക്കലും പരാജയപ്പെടാത്ത അങ്ങയുടെ പരിചരണത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ശക്തിയായി സാന്നിധ്യമായി കൂടെയുണ്ടാകണമേ. ദൈവമേ, അങ്ങേ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകമായി തീരട്ടെ. പരസ്പര സ്നേഹവും സഹകരണവും സമാധാനാന്തരീക്ഷവും ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തണമേ. ഞങ്ങളിൽ സ്നേഹം വളർത്തണമേ. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ സ്വർഗീയ വരങ്ങളാലും ആത്മീയ ചൈതന്യത്താലും നിറയ്ക്കണമേ. ദൈവവിശ്വാസത്തിലും അനുസരണത്തിലും അവർ ഓരോരുത്തരും വളരട്ടെ. തിരുക്കുടുംബത്തിൻ്റെ വിവേകമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും പാവനതയും എന്നും കാത്തുപരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു തിന്മയുടെ ശക്തിയും പ്രവേശിക്കാതിരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗം സമർപ്പിക്കുക. നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ, പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ നിമിഷം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം. നമുക്ക് അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം എന്നും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും
അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ. ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ലോകാരൂപിയിൽ നിന്ന് ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ബാധിക്കുവാൻ ഇടവരുത്തരുത്. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.